ഈ സ്ഥലം മുഴുവൻ ഉഷക്കുഞ്ഞിൻ്റെതാണ്. ഇതെന്താ ആരും നോക്കാനില്ലാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? അതൊക്കെ പറയാതിരിക്കുകയാണ് ഭേദം. ആസ്പത്രിയുടെ പേരും വെച്ച് ആരാ ഇവിടെ ചാരാക്കി നടത്തുന്നത്? അതൊക്കെ അറിയാതിരിക്കുകയാണ് സർ ഭേദം. പറയണം, ഞാനിതെല്ലാം അറിയേണ്ടവനല്ലേ? വല്യങ്കുന്നിന്റെ മരണശേഷം ചാരായക്കുട്ടപ്പൻ എന്നൊരു റൗഡി ഈ സ്ഥലം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ശേഖരപിള്ള സാറിന് പോലും അവനെ ഭയമാണ്. 4-5 പേരെ കൊന്ന് ജയിൽ പോയവനവൻ. അവർ വല്യങ്കുന്നിന്റെ വലിയൊരാഗ്രഹമായിരുന്നു ഈ ആസ്പത്രി. എന്ത് ചെയ്യാൻ സർ? ചോദിക്കാനും പറയാനും ആരുമില്ല. ഓഹോ, അങ്ങനെയാണോ സംഗതി? കുട്ടനല്ലേ ഇവിടെ? കുട്ടനോ? തന്റെ മടിയിലിട്ടാണോ പേരിട്ടിരിക്കുന്നത്? അതെന്തുമാകട്ടെ, 24 മണിക്കൂറിനകം ഈ സ്ഥലം ഒഴിഞ്ഞു തരണം. നിങ്ങളാരാ? ഞാനാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ. പിന്നെ ഒരു കാര്യം കൂടി പറയാം. നാളെ ഇതിനു വേണ്ടി എന്നെ ഇങ്ങോട്ട് വരുത്തരുത്. ഒരു സ്ഥലമൊഴിപ്പിപ്പുകാരൻ വന്നിരിക്കുന്നു. നടക്കാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് വെറുതെ സമയം പാഴാക്കണ്ട. അവിടെ ചാരായക്ക് നടത്തുന്ന കുട്ടൻ ആരാണെന്ന് നിനക്കറിയാമോ? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. കാരണം ഞാൻ ചാരായം കുടിക്കാറില്ല. എങ്കിൽ പറഞ്ഞുതരാൻ കേട്ടുള്ളൂ. അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളിപ്പറിയുള്ളൂ. അവൻ ഒരു ദിവസം ഒരുത്തിന്റെ തല വെട്ടിയെടുത്ത് ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് പട്ടാപ്പകൽ ഈ റോഡിൽ നടന്നുപോയി. എന്താന്ന് ചോദിക്കാൻ ഒരു പട്ടി ഉണ്ടായില്ലടാ. അതെന്താ, ഈ നാട്ടിൽ പോലീസില്ലേ? പോലീസ്? ഏത് പോലീസ്? എടാ, ഉഷയുടെ ഭർത്താവാണെന്നും പറഞ്ഞ് ഒരുത്തൻ ഈ വീട്ടിൽ കയറി വന്ന് അവളെ വിവാഹം മുടക്കി. ആ പട്ടിയെ ഈ പോലീസ് എന്ത് ചെയ്തു? അമ്മാവാ, സൂക്ഷിച്ച് സംസാരിക്കണം. ഉഷ എന്റെ ഭാര്യയാണ്. അവളുടെ സ്വത്തുക്കളെ കുറിച്ച് അറിയാൻ എനിക്ക് അവകാശമുണ്ട്. ഈ പുലിക്കുട്ടൻ ആരാണെന്ന് അവൻ അറിയില്ല. എന്നോട് കളിച്ചിട്ട് അവൻ നിന്നോടാണ് മുട്ടിയിരിക്കുന്നത്. ആ കളി തീക്കളിയാണെന്ന് ഞാൻ അവന് മനസ്സിലാക്കിയേക്കാം. കുറെ നാളായി ഈ കയ്യിന്റെ തരിപ്പൊന്ന് തീർത്തിട്ടു. അങ്ങനെ പൊയ്ക്കോ. കുട്ടാ, നിനക്ക് പണം, എനിക്ക് അധികാരം. അവസരം പാഴാക്കരുത്, ഓർമ്മയിരിക്കട്ടെ. ഓക്കെ? ഓക്കെ. നീയാണോടാ കുട്ടൻ? വെറും കുട്ടനല്ല, ചാരായ കുട്ടൻ. ചിലരെന്നെ പുലിക്കുട്ടൻ എന്നും വിളിക്കും. വന്ന കാര്യം എന്താന്ന് പറ. ഈ സ്ഥലത്തൊരു ആസ്പത്രി കെട്ടണമെന്ന് എന്റെ ഭാര്യയുടെ അച്ഛന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് നടക്കാൻ പോകുന്നില്ല. കാരണം? ഞാൻ ഒഴിയില്ല. ഒഴിയണം. ഒഴിഞ്ഞില്ലെങ്കിൽ ഒഴിപ്പിക്കും. സാരമില്ല. ഞാൻ ആസ്പത്രി പണിയേണ്ട കാര്യം പറയാൻ വന്നവനാണ്, അല്ലാതെ നിന്നെ ആസ്പത്രിക്ക് അയക്കാൻ വേണ്ടി വന്നതല്ല. നീ എന്നെ ഒന്നടിച്ചു, അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. വെറുതെ തടി ചീത്തയാക്കരുത്. സാരമില്ല. ഒന്നടിച്ചു, അത് ഞാൻ ക്ഷമിച്ചു. രണ്ടാമത് നീ അടിച്ചു, വേണമെങ്കിൽ അതും ഞാൻ ക്ഷമിക്കാം. പറയുന്ന കേൾക്ക്, ഇവിടെ ഒരു ആശുപത്രി വന്നാൽ നിരവധി പാവങ്ങൾക്ക് അത് സഹായമായി. കുട്ടനോടാണോടാ നിന്റെ കളി? കുട്ട, നിന്റെ ഇഷ്ടത്തിന് വിട്ടു തന്നു. നീ 3 പ്രാവശ്യം എന്നെ അടിച്ചു, അത് ഞാൻ ക്ഷമിച്ചു. ഇനി എന്നെ അടിക്കരുത്. അടിച്ചാൽ എന്ത് ചെയ്യും? ആരും കണ്ടില്ല. ഉടനെ സ്ഥലം വിട്ടോ.
സാറിന് തൂത്തുമായിരുന്നു. ചെറിയ സാർ ഞാനാടാ. ആരായ കുട്ടപ്പനോട് ഏറ്റുമുട്ടാൻ ചെന്നിരിക്കുന്നു. എടാ പിന്നെ വെട്ടുന്ന പോത്തിന്റെ ചെവിയില് വേദമോതാൻ ചെന്നാൽ അനുഭവം ഇങ്ങനെ ആയിരിക്കും. മുക്കടാ തലം കൊണ്ട് മുക്ക് പുലിക്ക് കാലി വെള്ളം. എടാ നീ ഇപ്പൊ പുലിക്കുട്ടനോ അതോ എലിക്കുട്ടനോ? കുറെ തടിയുണ്ടെന്ന് കരുതി എന്തും കാണിക്കാമോ? മുക്കടാ എവിടാ നിന്റെ കൂട്ടുകാരൊക്കെ? പാടാ ഇവിടെ. അയ്യോ സാറേ എന്നൊന്നും ചെയ്യല്ലേ, ഞാനല്ലേ ഞാനല്ലേ ഞാനല്ലേ. മുക്കടാ അങ്ങോട്ട്, നിന്റെ പള്ള നിറയട്ടെ. എടാ എലിക്കുട്ട, നാളെ ഞാനിവിടെ വരുമ്പോ ഒറ്റ എണ്ണത്തിന്റെ തരി പോലും കണ്ടുപോകരുത്. ഈ ശേഖരപിള്ളയെ തോൽപ്പിച്ചു കളയാവുന്ന ആരും കരുതണ്ട. അങ്ങനെ കരുതിയിട്ടുള്ളവരാരും ഇന്ന് ജീവനോടെ ഇരിപ്പില്ല. പിന്നെയല്ലേ ഈ പീറ ചെറുക്കൻ വിജയൻ പോലും വിജയൻ. ഹലോ, എഞ്ചിനീയർ സോമനല്ലേ? ഞാൻ ഇന്നലെ ഒരു ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ബാലകൃഷ്ണ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അതിന്റെ കൺസ്ട്രക്ഷൻ നമുക്ക് ഉടനെ തന്നെ തുടങ്ങണം. ഇങ്ങോട്ടൊന്ന് വന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഞാൻ ഇവിടെ തന്നെ കാണും. ഓ താങ്ക് യു.